ഹലോ മല്ലു മച്ചന്മാരെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ റെന്റ് ടു റെന്റ് എന്നുള്ള ഒരു സ്ട്രാറ്റജി പറഞ്ഞിരുന്നത്. അപ്പൊ അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമ്മളൊരു പ്രോപ്പർട്ടി ലാൻഡ് ലോഡിന്റെ ഒക്കെ ഒരു കോർപ്പറേറ്റ് ലെറ്റ് എഗ്രിമെന്റിൽ എടുക്കും. പിന്നെ അത് നമ്മൾ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഉണ്ട്, ഓരോ പ്രോപ്പർട്ടിക്കും സ്പെസിഫിക് ആയിട്ട് നോക്കിയിട്ട് വേണം. അപ്പൊ അതിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സർവീസ് അക്കോമഡേഷൻ. ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ സർവീസ് അക്കോമഡേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതിൽ നമ്മൾ Airbnb, Booking.com ഇതേപോലെ ഷോർട്ട് ടൈം അക്കോമഡേഷൻ ആയിട്ട് യൂസ് ചെയ്യും. അതേപോലെ തന്നെ വേറൊരു പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HMO എന്ന് പറയും, ഹൗസ് ഓഫ് മൾട്ടിപ്പിൾ ഓക്യുപ്പൻസ്. അപ്പോൾ അത് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ റൂം തിരിച്ചിട്ട് ഒരു കമ്മ്യൂണൽ ഏരിയ വെച്ചിട്ട് കൊടുക്കുന്നതാണ് ഈ HMO എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ HMO പൊതുവേ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ കൂടുതൽ ഞാൻ പറയാം. പക്ഷെ പൊതുവേ അതിന് എന്ത് വേണം, നമുക്ക് ലൈസൻസ് വേണം. ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് HMO ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ റെന്റ് ടു സോഷ്യൽ ഹൗസിംഗ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ റെന്റ് ടു റെന്റ് HMO ഉണ്ട്, റെന്റ് ടു സർവീസ് അക്കോമഡേഷൻ ഉണ്ട്, റെന്റ് ടു സോഷ്യൽ ഹൗസിംഗ് ഉണ്ട്. അപ്പൊ ഇതിലത്തെ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി നമുക്ക് അതിനനുസരിച്ചിട്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക.